എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഞാൻ ഡോക്ടർ റിയ ലൂക്കോസ്, അമല മെഡിക്കൽ കോളേജിൽ പീഡിയാട്രിക്സ് വിഭാഗത്തിൽ അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് കഴിഞ്ഞ 10 കൊല്ലമായി വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു വർഷമായിട്ട് ഞാൻ തിരുവനന്തപുരത്ത് ഡെവലപ്മെൻറ്റൽ ആൻഡ് ബിഹേവിയറൽ പീഡിയാട്രിക്സിൽ ഫെലോഷിപ്പ് ചെയ്യുകയാണ്. എന്നാലും ഈ അവസരത്തിൽ എന്നെ ക്ഷണിച്ചതിനായിട്ട് വളരെയേറെ നന്ദിയുണ്ട്. ഇന്ന് കുട്ടികൾക്കും മാതാപിതാക്കൾക്കും ആയിട്ട് ഒരു അവബോധം നൽകാൻ മാത്രമാണ് എൻ്റെ കർത്തവ്യം. ലഹരി എന്നാൽ എന്ത്, ഈ നമ്മുടെ കുട്ടികൾക്ക് എന്തൊക്കെയാണ് ഈ കാലഘട്ടത്തിൽ കിട്ടുന്നത് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ, അങ്ങനെ പല സംശയങ്ങളുണ്ട്. എന്തായാലും ഒരു 4 ചോദ്യങ്ങൾക്ക് ഉത്തരമായിട്ട് ഞാൻ ഒരു കാര്യങ്ങൾ പറയാം. ആദ്യമായിട്ട് എല്ലാവർക്കും അറിയേണ്ടത് എന്ത് തരത്തിലുള്ള ലഹരി പദാർത്ഥങ്ങളാണ് കുട്ടികൾക്ക് ലഭിക്കുന്നതെന്നാണ്. എന്താണ് അവൈലബിൾ ആയിട്ടുള്ളത്? ഇപ്പം ലഹരി എന്ന് പറയുമ്പോൾ അഡിക്ഷൻ, ഡ്രഗ് അബ്യൂസ് എന്നൊക്കെ നമ്മൾ പറയും. സബ്സ്റ്റൻസ് അബ്യൂസ്, ഡ്രഗ് അബ്യൂസ്, ഡ്രഗ് അഡിക്ഷൻ എന്നൊക്കെ പറയുന്ന ഈ കാര്യങ്ങൾ, എന്തൊക്കെയാണ് ഈ ഡ്രഗ്സ് അവൈലബിൾ എന്നുള്ളത് നമുക്കറിയണം, അല്ലേ? അപ്പോൾ ഡ്രഗ്സ് മാത്രമല്ല, നമ്മുടെ കേരളത്തിൽ ഏറ്റവും അധികമായിട്ടുള്ളത് മദ്യം തന്നെയാണ്. മദ്യം ഒരു വലിയ അഡിക്ഷൻ്റെ സബ്സ്റ്റൻസ് തന്നെയാണ്. മദ്യത്തിന് പുറമെ പിന്നെ പുകവലി, സിഗരറ്റ് ആയാലും ബീഡി ആയാലും. പക്ഷേ ഈ പുകവലിയുടെ രൂപത്തിൽ നമുക്ക് സിഗരറ്റും കഞ്ചാവും ഒക്കെ ഇങ്ങനെ ചെറിയ പുകയില ബീഡി രൂപത്തിൽ സ്കൂളുകളിലൊക്കെ ധാരാളമായിട്ട് പ്രചരിക്കുന്നുണ്ട്. അതിന് അവർ ഈ മയക്കുമരുന്ന് ലോബി ഉപയോഗിക്കുന്നത് കൊച്ചു കുഞ്ഞുങ്ങളെ തന്നെയാണെന്ന് എല്ലാവരും ഇപ്പം കണ്ടുപിടിച്ചിരിക്കുന്നു. അതായത് കൗമാരത്തിലുള്ള കുട്ടികളെയാണ് വളരെയധികമായിട്ട് ഉപയോഗിക്കുന്നത്. അതുകൂടാതെ ബാക്കിയുള്ള ഡ്രഗ്സ് എന്ന് പറയുമ്പോൾ മെയിൻലി കഞ്ചാവ്, കൊക്കെയിൻ, പിന്നെ നമ്മൾ മെഡിക്കൽ ഇതിനായിട്ട് ഉപയോഗിക്കുന്നത് ആംഫിറ്റമിൻസ്, കീറ്റമിൻ, പിന്നെ ചില MDMA, എക്സ്റ്റസി എന്നൊക്കെയുള്ള പലതരം ഡ്രഗ്സ് ഉണ്ട്. ഇതിൻ്റെ എല്ലാം പേരുകൾ നമ്മൾ അറിഞ്ഞിട്ടുള്ള കാര്യമില്ല. പക്ഷെ ഇതെങ്ങനെയൊക്കെയാണ് കുട്ടികൾക്ക് ലഭ്യമാകുന്നതാണ് നമുക്ക് അറിയേണ്ടത്, അല്ലേ? അപ്പോൾ അത് പല രൂപത്തിലായിട്ട് വരുന്നുണ്ട്. ഇപ്പം എല്ലാവരും വിചാരിക്കും ഡ്രഗ്സ് എന്ന് പറഞ്ഞാൽ നമ്മളൊന്നെങ്കിൽ പുക വലിക്കുന്നതോ അല്ലെങ്കിൽ കുത്തിവെക്കുന്നതോ അങ്ങനെ എന്തെങ്കിലും രൂപത്തിലായിരിക്കുന്നത്. പക്ഷേ നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങളെ വലയിലാക്കാനായിട്ട് മുട്ടായിയുടെ രൂപത്തിലും, അതായത് ജസ്റ്റ് നാവിലിടുന്നല്ല എന്തെങ്കിലും മുട്ടായി പോലെയോ അല്ലെ വായിലൊട്ടിക്കുന്ന സ്റ്റിക്കർ പോലെയോ ദേഹത്തൊട്ടിക്കുന്ന സ്റ്റിക്കർ പോലെ അത് ശരീരത്തിലോട്ട് അബ്സോർബ് ചെയ്ത് അത് ആഗീരണം ചെയ്ത് ഇഫക്റ്റ് ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഡ്രഗ്സ് അവൈലബിൾ ആണ്. ചിലർ പറയുന്നത് പ്ലാസ്റ്റർ പോലത്തെ സാധനങ്ങൾ, അതായത് കുട്ടിയപ്പോൾ ദേഹത്ത് മുറിവുണ്ടാക്കിയിട്ട് അതിൽ പ്ലാസ്റ്റർ ഒട്ടിക്കുക. അപ്പോൾ ആ ഡ്രഗ്സ് അങ്ങ് ആഗീരണം ചെയ്യുകയാണ് ശരീരത്തിലേക്ക്. ഇങ്ങനെ പല രീതിയിൽ പല രൂപത്തിൽ ഈ ഡ്രഗ്സൊക്കെ നമുക്ക് അതിന് ടേസ്റ്റോ മണമോ ഒന്നും വ്യത്യാസം അറിയില്ല. അത് ഉപയോഗിച്ച് തുടങ്ങിക്കഴിഞ്ഞാലാണ് അതിൻ്റെ ഭവിഷ്യത്തുകൾ പിന്നെ അനുഭവിക്കുക. പലപ്പോഴും ഒരു ടേസ്റ്റ് വ്യത്യാസമോ ഒരു മണം വ്യത്യാസമോ അങ്ങനെ ഒന്നും കാണുന്നതല്ല. ഇപ്പം ഈ പല രൂപത്തിലുള്ള ഈ ഡ്രഗ്സിനെ നമ്മൾ എങ്ങനെ നേരിടണം എന്ന് നമ്മൾ മാതാപിതാക്കൾ, ഞാനും രണ്ട് ആമ്പിള്ളേരുടെ അമ്മയാണ്. അപ്പോൾ എനിക്കും അറിയണം, നിങ്ങൾക്കും ഓരോരുത്തർക്കും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഞാനിപ്പോൾ ഇവിടെ പറയാൻ പോകുന്നത്. അടുത്ത ചോദ്യം എന്നാൽ ലഹരി ഉപയോഗത്തിലൂടെ കുട്ടികൾക്കുണ്ടാകുന്ന ശാരീരികവും മാനസികവുമായ വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്നാണ്. അപ്പം അത് പറയുന്നതിന് മുമ്പ് ഞാൻ ഒരു കാര്യം കൂടെ പറയട്ടെ. കാരണം ലഹരി കഴിച്ചാൽ നമ്മുടെ ബ്രെയിനിന്, തലച്ചോറിന് എന്താണ് സംഭവിക്കുന്നത് നമുക്ക് ആദ്യം അറിയണം, അല്ലേ? അപ്പോൾ നമ്മുടെ ബ്രെയിനിൽ പല ഭാഗങ്ങളുണ്ട്. അപ്പോൾ അതിലൊരു ഇമ്പോർട്ടൻറ്റ് ഭാഗമാണ്, പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ലിംബിക് സിസ്റ്റം എന്ന് പറയുക. അതിപ്പോൾ എന്താ ആയിക്കോട്ടെ, നിങ്ങളെ പേരൊന്നും ഓർക്കണ്ട. അപ്പം നമ്മുടെ തലച്ചോറിനുള്ളിലായിട്ടൊരു ഭാഗമുണ്ട്. അത് നമുക്ക് നല്ലൊരു ബിരിയാണി കിട്ടി, അപ്പം നമ്മൾ സന്തോഷമായിട്ട് കഴിച്ചു, വയറ് നിറഞ്ഞു, സന്തോഷമായി. അപ്പം നമുക്ക് ഉണ്ടാകുന്ന ഒരു സന്തോഷം. അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് നല്ല മാർക്ക് വാങ്ങിച്ചു, ഫസ്റ്റായി, അപ്പോൾ കിട്ടുന്നൊരു സന്തോഷം. ഇങ്ങനെ നമ്മുടെ ആ സന്തോഷങ്ങളൊക്കെ ഉണ്ടാകുന്ന, മനസ്സിലാക്കുന്ന ഒരു ബ്രെയിനിൻ്റെ ഭാഗമാണ് ലിംബിക് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ലഹരി ഉപയോഗിച്ച് തുടങ്ങുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, ഈ ലിംബിക് സിസ്റ്റത്തിന് ഈ സന്തോഷം, അതായത് നമുക്കൊരു യൂഫോറിയ, ഒരു സെൻസ് ഓഫ് ഒരു സുഖം,
ഇപ്പം നിങ്ങൾ പല മാതാപിതാക്കളും, ഞാൻ എനിക്ക് ആരുടെയും പേരൊന്നും അറിയില്ല, എന്നാലും അച്ഛന്മാര് ചിലരൊക്കെ മദ്യപിക്കുന്നവരായിരിക്കാം. ആ മദ്യം കുടിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു സുഖമുണ്ടല്ലോ, അത് തന്നെയാണ് ഈ ഓരോ ഡ്രഗ്സ് ഉപയോഗിക്കുമ്പോഴും കിട്ടുന്നത്. അപ്പോൾ ആദ്യം ഒരു ചെറിയ ഡോസാകാം, അപ്പോൾ കുറച്ച് സുഖം കിട്ടി, നല്ല സുഖം അല്ലേ, പിന്നെയും ഇപ്പൊ നമുക്കൊരു ഐസ്ക്രീം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അടുത്ത ദിവസം പിന്നെ ഒരു ഐസ്ക്രീം തിന്നാൻ ചിലപ്പോൾ തോന്നിയെന്നിരിക്കും, അല്ലെങ്കിൽ ഒരു മുട്ടായി എനിക്ക് പിന്നെ അത് കിട്ടിയേ കുട്ടികൾക്ക് നാച്ചുറലായിട്ട് തോന്നുന്ന കാര്യങ്ങൾ തന്നെ. അപ്പം അടുത്ത ദിവസവും ഒന്ന് വലിച്ചു, അപ്പൊ നല്ല സുഖം, എന്തോ ഒരു ആനന്ദം കിട്ടിയതുപോലെ തോന്നും. പിന്നെ അടുത്ത ദിവസം അത് പിന്നെയും, പിന്നെ അടുത്ത ദിവസം പിന്നെയും, അങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് നമുക്ക് വീണ്ടും 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 അത് ചെയ്യാൻ തോന്നിക്കൊണ്ടിരിക്കുക, ഈ സുഖം ലഭിക്കാനായിട്ട്. പക്ഷെ അവസാനം സംഭവിക്കുന്നതെന്ന് വെച്ചാൽ അതിനൊരു ലിമിറ്റ് എത്തി. എല്ലാത്തിനും അധികമായ അമൃതം വിഷം നമ്മൾ പറയും. അതുപോലെ നമ്മുടെ ബ്രെയിനിന് അത് താങ്ങാൻ പറ്റുന്നില്ല, അധികമായി. ഇനിയിപ്പോ അതിൽ കൂടുതൽ ഡോസ് വേണ്ടി വരുന്നു. അപ്പൊ അങ്ങനെ വീണ്ടും 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 നമ്മളത് കൂടിക്കൊണ്ടിരിക്കുക. നമ്മുടെ ആവശ്യവും ആസക്തിയും കൂടുക, അതിനാണ് നമ്മുടെ അഡിക്ഷൻ എന്ന് പറയുക. അപ്പൊ അങ്ങനെയാണ് ഈ ഡ്രഗ്സ് എല്ലാം നമ്മുടെ ശരീരത്തെയും തലച്ചോറിനെയും ബാധിക്കുന്നത്. അപ്പൊ ഈ ലിംബിക് സിസ്റ്റത്തെ ആദ്യം ബാധിക്കും. പിന്നെ ഏറ്റവും കൂടുതലായിട്ട് ഈ ലഹരി പദാർത്ഥം ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ബ്രെയിനിന്റെ പ്രീ ഫ്രണ്ടൽ കോർട്ടെക്സ് എന്ന് പറയും. അതായത് നമ്മൾ ഇപ്പോൾ ഒരു കാര്യം, ഒരാൾ വഴിയെ പോകുന്നു, നമുക്കൊന്ന് അടിക്കാൻ തോന്നി, പക്ഷെ നമ്മുടെ ബ്രെയിൻ എന്തിനായാലും എനിക്ക് അടിക്കേണ്ട ആവശ്യമില്ല അല്ലേ, അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് ആരെങ്കിലും പറഞ്ഞ് നമുക്ക് ദേഷ്യം വന്നു, നമ്മൾ കടിച്ചു പിടിച്ച് നിൽക്കുക. കാരണം അയാൾ അങ്ങനെ അടിക്കുന്നതോ അയാൾ തിരിച്ചു പറയുന്നത് നമുക്ക് ശരിയല്ല എന്നറിയാം. നമുക്ക് ഇപ്പം മുതിർന്നവരായിരിക്കാം, അല്ല സ്കൂളിൽ ടീച്ചർ എന്തെങ്കിലും നമ്മളത് പറഞ്ഞു, നമുക്ക് ദേഷ്യം വന്നു, പക്ഷെ എന്നും പറഞ്ഞ് ടീച്ചറാണല്ലോ, നമ്മൾ തിരിച്ചു പറയില്ല അല്ലേ. അപ്പൊ നമുക്ക് ആ കൺട്രോൾ ചെയ്യാൻ അറിയാം. അപ്പൊ ഈ ഫ്രോണ്ടൽ കോർട്ടെക്സ്, നമ്മുടെ ഈ ബ്രെയിനിന്റെ ഫ്രോണ്ടൽ കോർട്ടെക്സ് ആണ് നമ്മുടെ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ കൺട്രോൾ ചെയ്യിക്കുന്നത്. അനാവശ്യമായിട്ട് വർത്താനം പറയാതിരിക്കണം, അനാവശ്യമായിട്ട് ചെയ്യാതിരിക്കേണ്ടതൊക്കെ നമ്മളെ കൺട്രോൾ ചെയ്ത് നിർത്തുന്ന ഒരു മെയിൻ ഭാഗം, തലച്ചോറിന്റെ മെയിൻ ഭാഗമാണ് ഈ പ്രീ ഫ്രണ്ടൽ കോർട്ടെക്സ് എന്ന് പറയുന്നത്. അത് പോരാഞ്ഞ് നമ്മുടെ ബുദ്ധി, ഓർമ്മശക്തി, ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന കാര്യങ്ങൾ, ആ സെന്റർ എല്ലാം ഈ പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സിലാണ്. അതിന്റെ പ്രവർത്തനവും കാര്യമായി ബാധിക്കുന്നു. ഇങ്ങനെ ഉള്ള ചേഞ്ചസ് ആണ് നമ്മുടെ തലച്ചോറിൽ മെയിനായിട്ട് സംഭവിക്കുക. അപ്പൊ നമ്മൾ വിചാരിക്കും ഈ ക്ലാസ്സൊക്കെ എന്തിനാ ഈ കുഞ്ഞു കുട്ടികൾക്ക് അല്ലേ, 5, 6, 7 ക്ലാസ്സിലായിട്ടുള്ളൂ, ഇവർക്കൊക്കെ ഇപ്പോഴേ അറിയണോ അത്? അതിന്റെ ആവശ്യമുണ്ടോ? എൻ്റെ കുട്ടിക്ക് ഇതൊന്നും സംഭവിക്കില്ല എന്ന് നമ്മൾ ഓരോരുത്തരും വിചാരിക്കും അല്ലേ. ഞാനും അതെ, എനിക്കും അത് തന്നെ വിചാരം. ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും അവനറിയില്ല, അയ്യോ പാപം, അവനതൊന്നും അറിയില്ല. അതാണ് പ്രശ്നം. അവൻ ആ അപകടം പതിയിരിക്കുന്നത് അവനോ അവളോ, ഞാൻ ആൺകുട്ടികളെ മാത്രമല്ല പെൺകുട്ടികളും ഇതിൽ പെടുന്നുണ്ട്, ഈ വലയിൽ പെടുന്നുണ്ട്. അപ്പൊ അറിഞ്ഞാല് അവൻ കൂടുതൽ അപകടത്തിൽ പോകുമെന്നുള്ള കാര്യം എനിക്കറിയില്ല. പക്ഷെ ആ ഒരു അവബോധം, ഇങ്ങനെ ഡേഞ്ചർ ഉണ്ട്, ഇതൊരു അപകടങ്ങൾ ഉണ്ടെന്നുള്ളത് കുട്ടി അറിഞ്ഞിരിക്കേണ്ട കാര്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ക്ലാസ്സുകൾ ഇങ്ങനെ എടുക്കുന്നത്. അപ്പോൾ നമ്മൾ എപ്പോഴും വിചാരിക്കും നമ്മുടെ കുട്ടിക്ക് ഇതൊന്നും പറ്റില്ല എന്ന് നമ്മൾ വിചാരിക്കുമായിരിക്കും. നമ്മുടെ ഒരു തലത്തിൽ നമ്മൾ എല്ലാവരും വിചാരിക്കും ഈ ഉഴപ്പായിട്ട് നടക്കുന്ന പിള്ളേര്, ക്ലാസ്സിൽ കയറാത്ത പിള്ളേര്, അല്ലെങ്കിൽ വീട്ടിൽ പ്രശ്നങ്ങളുള്ള കുട്ടികൾ, ഇവർ മാത്രമേ ഇങ്ങനെയൊക്കെ പോകാറുള്ളൂ, ഡ്രഗ് അഡിക്ട്സ് ഒക്കെ ആയിട്ട് പോകാറുള്ളൂ എന്നായിരിക്കും നമ്മുടെ വിചാരം. പക്ഷെ അല്ല, ആരെയും എപ്പോഴും വേണമെങ്കിലും ഇത് കടന്നു പിടിക്കാം, ഒരു ക്യാൻസർ പോലെ കടന്നു പിടിക്കാം. അപ്പം എന്തുകൊണ്ടാണ് ഇതൊക്കെ വരുന്നത്? നമ്മൾ എപ്പോഴും പറയും ഒരു കൗമാരത്തിലുള്ള പിള്ളേർക്കാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുക എന്നുള്ളത്. അതെന്തുകൊണ്ടാണ്? കാരണം കൗമാരമാണ്, ആ പ്രായം തന്നെ ഒരു ലഹരിയുടെ പ്രായമാണ്. അപ്പൊ നമ്മളൊക്കെ നമ്മുടെ ആ സമയം ഒന്ന് ആലോചിക്കുമ്പോൾ നല്ല എൻജോയ്മെന്റ് ഉള്ള സമയം, നമുക്ക് റിസ്ക് ടേക്കിംഗ് ബിഹേവിയർ ഉള്ള സമയം. അതായത് നമ്മൾ എന്തും ഒന്ന് കണ്ടറിഞ്ഞ്, ഒന്ന് തൊട്ടറിഞ്ഞ് അതെന്താണെന്ന് അറിയുന്ന ആ ഒരു ഫീലിംഗ് ആണ്, ആ ഒരു ആഗ്രഹമാണ് ഉള്ളിൽ ആ പ്രായത്തിൽ. കൗമാരം എന്ന് പറയുമ്പോൾ നമ്മൾ 13 വയസ്സിന്ന് നമ്മൾ 13s എന്ന് പറയും, 13 വയസ്സെന്ന് പറയും. പക്ഷെ അല്ല, അതിനു മുമ്പ് തന്നെ നമ്മൾ അഡോളസെന്റ് പീരീഡ് എന്ന് പറയുന്നത് 10 വയസ്സ് മുതൽ 19 വയസ്സ് വരെയാണ്. അപ്പോൾ 5ാം ക്ലാസ് മുതൽ അങ്ങ് തുടങ്ങും. ഓക്കെ, അപ്പൊ ഈ ഓരോ കാര്യങ്ങൾ, അതിൻ്റെ ആ ഒരു അഡ്വെഞ്ചർ ഫീലിംഗ്, ഒരു എക്സൈറ്റ്മെന്റ് ഒക്കെ കാണാനായിട്ടുള്ള ഒരു ആഗ്രഹം തുടരുന്ന പ്രായമാണിത്. അതുകൊണ്ടാണ് നമ്മൾ അറിയേണ്ടത്. അപ്പം ആ പ്രായത്തിൽ ഏത് കുട്ടികളായാലും, നല്ല പഠിക്കുന്ന കുട്ടികളായാലും, മിണ്ടാത്ത കുട്ടികളായാലും, വളരെ അടങ്ങി ഒതുങ്ങി ക്ലാസ്സിലിരിക്കുന്ന കുട്ടികളായാലും, ഏത് കുട്ടികൾക്കായാലും ഈ റിസ്ക് എപ്പോഴും ഉണ്ട്. അപ്പം കുട്ടികൾ അറിഞ്ഞിരിക്കണം.
പിന്നെ എപ്പോഴും ആ പ്രായത്തിൽ കൂട്ടുകാർ പറയുന്നതായിരിക്കും കൂടുതൽ അവർക്ക് പ്രാധാന്യം. അവൻ അങ്ങനെ ചെയ്തു, അതുകൊണ്ട് ഞാനും അങ്ങനെ ചെയ്യും. എന്ത് കാര്യമായാലും ആദ്യം കൂട്ടുകാരുടെ അടുത്തോ ചോദിച്ചിട്ടേ അവർ തീരുമാനിക്കുകയുള്ളൂ. എനിക്കും പോകണം, അവൻ പോകുന്നുണ്ട് ഡിസ്കഷൻ, എനിക്കും പോകണം. അപ്പം ഇങ്ങനെയാണ് ആ പ്രായത്തിലുള്ള കുട്ടികൾ എപ്പോഴും ചിന്തിക്കുക. അപ്പോൾ കൂട്ടുകാർ ചെയ്യുന്നു, അപ്പം ഞാനും ചെയ്യും. ചിലപ്പോൾ ചെയ്ത് നോക്കും. പിന്നെ അവൻ പറയും നല്ല സുഖമാണ്, അയ്യോ അത് വലിച്ചാൽ എന്തോ ഒരു ആനന്ദം കിട്ടും, ഒന്ന് നോക്കിയാലോ, ഒരു പ്രാവശ്യം വലിച്ചുകൊണ്ട് എന്താ പറ്റുക, ഒന്ന് നോക്കി കളയാം. അങ്ങനെ ചിലപ്പോൾ ചിന്തിച്ചിരിക്കും. പിന്നെ ചിലപ്പം വീട്ടിലെ പ്രശ്നങ്ങൾ. അപ്പോൾ വീട്ടിലെ പ്രശ്നങ്ങൾ ഉള്ളത് കുട്ടികൾക്ക് ചിലപ്പോൾ ആദ്യം ഒരു മോചനം കിട്ടാനോ ഒരു രക്ഷ കിട്ടാനോ അങ്ങനെയൊക്കെ ഒരു മാർഗം ചിലപ്പോൾ അവർ ആ വഴിയെ തിരിഞ്ഞിരിക്കും. അല്ലെങ്കിൽ ചില കുട്ടികൾക്ക് വിഷാദം, ഡിപ്രഷൻ അല്ലെ ആങ്സൈറ്റി ഡിസോർഡർ, അത് കുഞ്ഞു കുട്ടികൾക്കും വരാം. അപ്പം അങ്ങനെ ടെൻഷനുള്ള പിള്ളേർ എന്തെങ്കിലും ഒരു റിലീഫ് കിട്ടുക, ഭയങ്കര ടെൻഷൻ, ഭയങ്കര ആങ്സൈറ്റി അങ്ങനെയൊക്കെ ഉള്ളതപ്പം അതൊന്ന് മാറ്റാൻ, അല്ലെ ബോറടി മാറ്റാൻ, അല്ലെ വെറുതെ ഇതെന്താ ഒന്ന് നോക്കിയാലോ അങ്ങനൊരു വിചാരം, അല്ലെങ്കിൽ ബോറടി മാറ്റാൻ, ക്ഷീണം മാറ്റാൻ, അല്ലെങ്കിൽ ചിലപ്പോൾ ഗൾഫിൽ നിന്ന് അച്ഛൻ കുറേ പൈസ തന്നിട്ടുണ്ട്, പോക്കറ്റ് മണി കുറേ ഉണ്ട്, എന്നാൽ പിന്നെ ഞാൻ ആ പൈസ കൊണ്ട് എന്തെങ്കിലും ചെയ്യണ്ടേ, അങ്ങനൊക്കെ വിചാരിക്കുന്ന കുട്ടികളും വിരളമല്ല. അപ്പോൾ ഇതൊക്കെ നമുക്ക് മാതാപിതാക്കളായിട്ട് നമുക്ക് എപ്പോഴും നമ്മുടെ മനസ്സിൽ വേണം. കാരണം കുട്ടികൾ ദൈവം തന്നിരിക്കുന്ന, നമ്മളെ കാത്തു സൂക്ഷിക്കാൻ തന്നിരിക്കുന്ന നിധികളാണ്. അപ്പം നമ്മൾ എപ്പോഴും വിജിലൻ്റ് ആയിട്ടിരിക്കണം ഓരോ നിമിഷവും. ഓക്കെ. പിന്നെ പറയേണ്ടത് ഈ എന്താ സംഭവിക്കുക, ഇപ്പം അഡിക്ഷൻ സംഭവിക്കുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് അവരിൽ മാറ്റങ്ങൾ വരിക. അപ്പം തലച്ചോറിനെ ബാധിക്കുന്ന കാര്യം ഞാൻ പറഞ്ഞു. തലച്ചോറ് മാത്രമല്ല ബാധിക്കുക, ബാക്കി എല്ലാം ശാരീരികമായ പല അസ്വാസ്ഥ്യങ്ങളും ഈ കുട്ടികൾക്കുണ്ടാകാം. അപ്പം ഭയങ്കര ക്ഷീണം തോന്നാം, ഭയങ്കര ഉറക്കം കൂടുതൽ, അല്ലെങ്കിൽ ഉറക്കമില്ലായ്മ, വിശപ്പ് കുറവ്, വിശപ്പില്ലായ്മ, ഒന്നും കഴിക്കില്ല, പിന്നെ ആ കൂടെ ദേഹം മൊത്തം ഒരു വേദന, ഒരു ക്ഷീണം, പിന്നെ അതിനോടനുബന്ധിച്ച് കഴിക്കാതെ ഒന്നും ആയി കഴിയുമ്പോൾ പിന്നെ പോഷകാഹാരക്കുറവ്, വൈറ്റമിൻ ഡെഫിഷ്യൻസി ഒക്കെ വന്ന് അതിനുള്ള ബുദ്ധിമുട്ട് വരാം. പലതും കുത്തിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഹെപ്പറ്റൈറ്റിസ് ബി രോഗങ്ങൾ, അങ്ങനത്തെ HIV തുടങ്ങിയ രോഗങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ലിവറിന് അസുഖം, കരളിന് അസുഖം വരാൻ സാധ്യതയുണ്ട്. മലബന്ധം വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ ഒന്നൊന്നായിട്ട് വരാം. ഇപ്പം ശാരീരികമായിട്ടുള്ള പല അസ്വാസ്ഥ്യങ്ങൾ വരാം. അതുകൂടാതെ നമ്മൾ തലച്ചോറിനെ കാര്യമായി ബാധിക്കുന്നു അല്ലേ. തലച്ചോറിനെ കാര്യമായി ബാധിക്കുമ്പോൾ നമുക്ക് അപസ്മാരം പോലത്തെ രോഗങ്ങൾ, മാനസിക രോഗങ്ങൾ. കാരണം അല്ലെങ്കിൽ തന്നെ കൗമാരപ്രായത്തിലിടയ്ക്ക് ഏകദേശം ഒരു 10% പിള്ളേർക്കും, ഇപ്പൊ പിന്നെ കോവിഡ് വന്നതോടെ പിന്നെ അതിന്റെ ശതമാനം കൂടിയിരിക്കുകയാണ്. അപ്പം ഒരു 10% കൗമാരക്കാർക്ക് ആങ്സൈറ്റി അല്ലെങ്കിൽ ഡിപ്രഷൻ, വിഷാദ രോഗമുണ്ടെന്നാണ് കണ്ടുപിടിച്ചിരിക്കുന്നത്. ഇപ്പൊ കോവിഡ് ആകുമ്പോൾ അതിന് ഡിപ്രഷനും കൂടി. അപ്പം ഈ ഡ്രഗ്സ് ഉപയോഗിക്കാനുള്ള ഒരു കാരണമാണ് വിഷാദം. അത് ഉപയോഗിച്ച് കഴിഞ്ഞാലും ചിലപ്പോൾ ഡിപ്രഷനിലോട്ടോ എന്നെ കൊണ്ടൊന്നിനും കൊള്ളത്തില്ല, ഞാൻ ജീവിച്ചിട്ടൊരു കാര്യവുമില്ല, ഈ ലോകം തന്നെ ആരും എന്നെ ഹെൽപ്പ് ചെയ്യാനില്ല, ഞാൻ ഒറ്റയ്ക്കാണ്, അങ്ങനത്തെ ഒക്കെ തരം വിചാരങ്ങൾ വരാം. ഈ ജീവിതം ഒന്ന് അവസാനിച്ച് കളച്ചേക്കാം, അങ്ങനെ സൂയിസൈഡൽ ടെൻഡൻസീസ്, ഇങ്ങനെ പല പ്രോബ്ലംസും ഈ കുട്ടികൾക്ക് കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഡ്രഗ് അഡിക്ഷൻ്റെ മെയിൻലി നമ്മൾ ആലോചിക്കേണ്ട ഒന്ന് ശാരീരികമായിട്ടുള്ള ചേഞ്ചസ് പലപ്പോഴും വരാം, മാനസികമായ ചേഞ്ചസ്, ചിലപ്പോൾ ഫിക്സ്, അപസ്മാരം പോലെ വരാം. അങ്ങനെ പല ചേഞ്ചസും ഈ കുട്ടികളിൽ വരാം. ഇനി അടുത്ത ചോദ്യം, നമ്മൾ മാതാപിതാക്കൾക്ക് എങ്ങനെയാണ് തങ്ങളുടെ കുട്ടികൾക്ക് എന്തെങ്കിലും വ്യത്യാസങ്ങളുണ്ടോ, അതായത് ഡ്രഗ് അഡിക്ഷൻ എന്തെങ്കിലും തുടങ്ങിയിട്ടുണ്ടോ, ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നുണ്ടോ എന്ന് എങ്ങനെ തിരിച്ചറിയാം? ഞാൻ ഇത് പറയുന്ന ആദ്യം ഒരു അനുഭവത്തിൻ്റെ കഥ തന്നെ പറയട്ടെ. ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ കുറച്ച് നാൾ മുമ്പ് ഒരു കുട്ടിയെ കൊണ്ടുവന്ന, ഇത് 5ാം ക്ലാസ് അല്ല നോക്കണം, വെറും 3ാം ക്ലാസ്സിലെ കുട്ടിയാണ്. ഒരു വളരെ സങ്കടകരമായ കഥയാണ്. ഒരു പേരുകേട്ട സ്കൂളിലെ ഒരു വിദ്യാർത്ഥിയാണ്. ആ കുട്ടി കുറച്ച് ദിവസമായിട്ട് സ്കൂളിൽ വരുന്നില്ല എന്നറിഞ്ഞു. അപ്പോൾ അധികാരികൾ അന്വേഷിച്ച് വരുമ്പോഴത്തേക്കും അമ്മ പോലും അറിഞ്ഞിട്ടില്ല കുട്ടി സ്കൂളിൽ പോകുന്നില്ല എന്നുള്ളത്. 3 ദിവസമായിട്ട് കുട്ടി രാവിലെ യൂണിഫോം ഒക്കെ ഇട്ട് ഇറങ്ങുന്നുണ്ട്, പക്ഷേ സ്കൂളിലെത്തുന്നില്ല. അങ്ങനെ അന്വേഷിച്ച് വരുമ്പോഴാണ് കുട്ടി പലപ്പോഴായിട്ട് സ്കൂളിലെത്തുന്നേ ഇല്ല. അവന് സൈക്കിൾ ചവിട്ടാൻ വലിയ ഇഷ്ടമായിരുന്നു.
അപ്പോൾ തൊട്ടടുത്തുള്ള ഒരു ഈ ലോക്കലായിട്ടുള്ള ഒരു പ്രായമായ ആൾ അയാൾ കുട്ടിയെ സൈക്കിൾ ചവിട്ടിപ്പിക്കും. പക്ഷെ അതിന് പ്രതിഫലമായിട്ട് കുട്ടിയെ അയാൾ അനാവശ്യമായി ഉപദ്രവിക്കുകയും അത് ഉപദ്രവിക്കാൻ വേണ്ടി കുട്ടിക്ക് മദ്യം കൊടുക്കുകയും മയക്കുമരുന്ന് കൊടുക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. കുട്ടി തന്നെ ഒരു ബ്രോക്കൺ ഫാമിലിയാണ്. കുടുംബം അത് അച്ഛനും അമ്മയും പിണക്കത്തിലാണ്. അമ്മയ്ക്ക് ജോലിക്ക് പോകണം, അച്ഛൻ ഏതോ കേസ് ആവശ്യത്തിന് എന്തോ ആയിട്ട് ജയിലിലാണ്. അങ്ങനെയാണ് അറിഞ്ഞത്. എന്തായാലും ഇതാണ് കഥ. ഇങ്ങനെ ഒരു 3ാം ക്ലാസ്സിലെ കുട്ടിയാണെന്ന് ഓർക്കണം. ഈ പ്രായത്തിലെ കുട്ടികൾക്ക് പലപ്പോഴും ഒന്നും അറിയില്ല, എന്താ സംഭവിച്ചിരിക്കുന്നത്, എന്താ സംഭവിക്കുന്നത്, ആരുടെ പറയണം എന്നൊന്നും അറിയുന്നില്ല. നമ്മുടെ നാട്ടിൽ നടന്ന സംഭവമാണ് ഞാൻ ഈ പറയുന്നത്. പേരൊന്നും പറയുന്നില്ല. എന്നാലും അപ്പം നമ്മളെങ്ങനെയാണ് നമ്മുടെ കുട്ടികളിൽ എന്തെങ്കിലും വ്യത്യാസങ്ങൾ തിരിച്ചറിയുക? അപ്പം ആദ്യമായിട്ട് അറിയേണ്ടത് സ്വഭാവത്തിലുള്ള വ്യത്യാസങ്ങളാണ്. ഇത്രയും നാളും കളിച്ച് ചിരിച്ച് നമ്മളോട് പെരുമാറിക്കൊണ്ടിരുന്ന കുട്ടിക്ക് പെട്ടെന്ന് ദേഷ്യം വരിക, ഭയങ്കര വാശിയും ദേഷ്യവും ആ ഒരു കൗമാരപ്രായത്തിന്റെ ഒരു ഭാഗമാണ്. ഞാൻ അതല്ല പറയുന്നത്. ആ പ്രായത്തിൽ നോർമലി കുട്ടികൾക്ക് ചിലപ്പോൾ ദേഷ്യവും അമ്മയുടെ ചാടി കയറുക അങ്ങനത്തെ സ്വഭാവങ്ങളൊക്കെ ഉണ്ടാകുക. ഇത് അങ്ങനെയല്ല. നോർമലി നമ്മൾ കാണാത്ത തരത്തിൽ കുട്ടിക്ക് വല്ലാത്തൊരു തർക്കുത്തരം പറയുക, വല്ലാത്തൊരു തരത്തിലുള്ള പെരുമാറ്റവും ദേഷ്യവും ഒക്കെ കാണിക്കുക. അപ്പോൾ സ്വഭാവ വ്യത്യാസങ്ങൾ ആദ്യം നോട്ട് ചെയ്യുക. പിന്നെ അവൻ കുറെ കൂടെ, അവനോ അല്ലെ അവളോ കുറെ കൂടെ ഉൾവലിഞ്ഞിരിക്കുക, കുറേ നേരം അധികം മുറിക്കാത്ത അടച്ചിരിക്കുക, ബാത്റൂമിൽ പോയി കുളിക്കാൻ അധികം നേരം എടുക്കുക, പുറത്തിറങ്ങാതിരിക്കുക. പിന്നെ ഇപ്പം ഒരു കാര്യങ്ങൾ, പുതിയ കൂട്ടുകെട്ടുകൾ, നമ്മൾ നേരത്തെ നല്ല ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, അതൊക്കെ ഉപേക്ഷിച്ച് അവന് വേറെ പുതിയ കൂട്ടുകെട്ടുകളായി. പഴയ കൂട്ടുകാരെ കുറിച്ച് അന്വേഷിക്കുമ്പോൾ ചിലപ്പോൾ ദേഷ്യം വരിക. പിന്നെ ക്ഷീണം, വിശപ്പില്ലായ്മ, ഉറക്കം കൂടുതൽ അല്ലെങ്കിൽ ഉറക്കമില്ലായ്മ, അങ്ങനത്തെ പല പല വ്യത്യാസങ്ങൾ. പിന്നെ പഠനത്തിൽ പിന്നോട്ട് പോവുക. ഞാൻ പറഞ്ഞു, കാരണം ലഹരി പദാർത്ഥം ഉപയോഗിക്കുമ്പോൾ നമ്മുടെ തലച്ചോറിനെ കാര്യമായി ബാധിക്കും. ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും ഒക്കെ കുറഞ്ഞു വരും. അപ്പം പഠനത്തിൽ നേരത്തെ ഇപ്പം നന്നായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയായിരിക്കും പഠനത്തിൽ പിന്നിലോട്ട് വരുന്നതായിട്ട് കാണുന്നു, മാർക്ക് കുറയുന്നതായിട്ട് കാണുന്നു. പിന്നെ ചിലപ്പം കള്ളം പറയാത്ത ആള് കള്ളം പറയാൻ തുടങ്ങുന്നു, മോഷ്ടിക്കാൻ തുടങ്ങുന്നു, നമ്മുടെ അവിടെ നിന്ന് പൈസ കാണുന്നില്ല, ആവശ്യമില്ലാതെ കള്ളം പറയുക, കുറ്റകൃത്യം ചെയ്യുക, ഇങ്ങനെയൊക്കെ ആകുമ്പോൾ അതിൻ്റെ സീരിയസ് വശങ്ങളിലോട്ടായി. പക്ഷെ ആദ്യമേ നമുക്ക് അത് കണ്ടുപിടിക്കാൻ ആവണം. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് അടുത്ത ചോദ്യത്തിലായിട്ട് ഞാൻ പറയാം. അടുത്ത ചോദ്യം ഈ അഡിക്ഷനായിട്ടുള്ള ചികിത്സാ രീതികളെ കുറിച്ചാണ്. ചികിത്സ ഇല്ല എന്ന് വിചാരിച്ച് ആരും തലതല്ലി തല്ലേണ്ട ഒരു അവസരമല്ല. എൻ്റെ കുട്ടികൾക്ക് എന്തെങ്കിലും ഇങ്ങനെ എപ്പോഴെങ്കിലും സംഭവിച്ചാൽ അത് ഒരിക്കലും ജീവിതത്തിൻ്റെ അവസാനമല്ല. അങ്ങനെ ഒരു കണ്ണോടെ കാണേണ്ട ആവശ്യമില്ല. കാരണം അഡിക്ഷന് ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. അതിൻ്റെ ചികിത്സ എന്ന് പറഞ്ഞാൽ മെയിൻലി 2 രീതിയിലാണ്. ഒന്ന്, നമ്മൾ കൗൺസിലിങ്ങും ഒക്കെ സൈക്കോതെറാപ്പി ഒക്കെ ചെയ്യും. പിന്നെ ചിലപ്പോൾ മരുന്നിൻ്റെ ആവശ്യമുണ്ടാവും. അപ്പോൾ ഇപ്പോൾ ഏത് ഹോസ്പിറ്റലിലായാലും നമുക്കൊരു നല്ല സൈക്കോളജിസ്റ്റോ സൈക്കാട്രിസ്റ്റിൻ്റെയോ സഹായം ഉണ്ടെങ്കിൽ നമുക്ക് സൈക്കോതെറാപ്പി അല്ലെങ്കിൽ ബിഹേവിയർ തെറാപ്പി വഴി പലപ്പോഴും ഈ അഡിക്ഷനിൽ നിന്നുള്ള വല്ലാത്ത ഒരു ഭ്രമം മാറ്റിയെടുക്കാനായിട്ട് കഴിയുന്നതാണ്. പക്ഷേ നമ്മൾ ഓർത്തിരിക്കേണ്ടത്, ഈ ഡ്രഗ്സ് പലപ്പോഴും നമ്മുടെ ശരീരത്തിൽ മാനസികവും ശാരീരികവുമായിട്ട് പല ചേഞ്ചസ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ആ ചേഞ്ചസ് ഒക്കെ വരുമ്പോൾ ഈ മരുന്ന് മാറ്റുമ്പോൾ നമ്മൾ വിഡ്രോവൽ സിംറ്റംസ് എന്ന് പറയും. അത് പിൻവാങ്ങൽ, ആ സിംറ്റംസ് വളരെ നമുക്ക് കണ്ടു നിൽക്കാൻ കഴിയാത്ത രീതിയിലുള്ള സിംറ്റംസ് ഒക്കെ തന്നെ ആയിരിക്കും. ചില ഭയങ്കരമായിട്ടുള്ള ശരീരവേദന, വല്ലാത്ത ഹൃദയമിടിപ്പ് കൂടുതൽ, വല്ലാത്ത അകാരണമായ വേർപ്പ്, അങ്ങനെ ആകെ കൂടി ഒരു പരിഭ്രാന്തിലാകുന്ന അവസ്ഥയൊക്കെ ആകാറുണ്ട്. അപ്പോൾ അങ്ങനത്തെ അവസ്ഥ വരുമ്പോഴത്തേക്കും നമുക്ക് ചിലപ്പം ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ട അവസരങ്ങളും വരാറുണ്ട്. അപ്പം ഓർക്കേണ്ടത്, എല്ലാ ഹോസ്പിറ്റലിലും ഇപ്പം വലിയ ഏത് മെഡിക്കൽ കോളേജ്, നമ്മുടെ അമലയിലായാലും എവിടെയായാലും അങ്ങനെ ഒരു സെറ്റപ്പ് എന്തായാലും ഉണ്ട്. ഒരു ബിഹേവിയർ തെറാപ്പി, ഒരു സൈക്കോതെറാപ്പി, ഒരു സൈക്കോളജിസ്റ്റിന്റെ സഹായം, ഒരു സൈക്കാട്രിസ്റ്റിന്റെ സഹായമുള്ള ഏത് ഹോസ്പിറ്റലും ഇതിനുള്ള ചികിത്സ ചെയ്യാവുന്നത് തന്നെയാണ്. പിന്നെ ഗവൺമെന്റിന്റെ വകയായിട്ട് ഇപ്പൊ അവർ കുറെ സംരംഭങ്ങളുണ്ട്. ഗവൺമെന്റിന്റെ വക എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് കീഴിൽ വിമുക്തി എന്നുള്ളൊരു ഓർഗനൈസേഷൻ ഉണ്ട്. അതെല്ലാം നമ്മുടെ 14 ഡിസ്ട്രിക്ട്സിലും ഈ വിമുക്തിയുടെ കേന്ദ്രങ്ങളുണ്ട്.
നമുക്ക് അവർ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാം. അതിന് ടോൾ ഫ്രീ നമ്പറുണ്ട്, 144005 എന്നാണ് ഈ നമ്പർ. അപ്പം എന്താവശ്യം ഉണ്ടെങ്കിലും അങ്ങനത്തെ ഈ കാര്യങ്ങൾക്ക് എന്താവശ്യവും സഹായമോ ഹെൽപ്പോ എന്തെങ്കിലും കൗൺസിലിങ്ങിൻ്റെ ആവശ്യമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ വ്യക്തിയെ സമീപിക്കാൻ പറ്റുന്നതാണ്. പിന്നെ സെൻട്രൽ ഗവൺമെൻറ് വകയായിട്ട് തന്നെ ഇപ്പോൾ നാശ് വിമുക്ത് ഭാരത് എന്ന് പറഞ്ഞ ഒരു ഡി അഡിക്ഷൻ ക്യാമ്പയിൻ നടക്കുന്നുണ്ട്. നമ്മുടെ കേരളത്തിൽ 6 ഡിസ്ട്രിക്റ്റ് അതിന് കീഴിലായിട്ട്. കാരണം നമ്മളൊരു പേടിപ്പെടുത്തുന്ന ഒരു വസ്തുത എന്ന് വെച്ചാൽ, നമ്മൾ കേട്ടിട്ടുണ്ട് പഞ്ചാബിലൊക്കെ ഭയങ്കരമായിട്ട് ഡ്രഗ് അഡിക്ഷനും ഒക്കെ വളരെ കൂടിയതായിട്ടിരിക്കുന്നു എന്ന്. അപ്പോൾ നമ്മുടെ കേരളം തൊട്ടു പിന്നാലെ 2ാമത്തെ സ്ഥാനമാണ്. അപ്പോൾ എന്തുമാത്രം ആ ഒരു ഈ ഡ്രഗ്സിന്റെ ഉപയോഗം എന്തുമാത്രം നമ്മുടെ സമൂഹത്തിൽ കൂടിയിട്ടുണ്ടെന്നാണ് നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ മദ്യം കിട്ടുന്നില്ല എന്ന് വെച്ചാൽ ഉടനെ ഒരു സുഖത്തിന് കഞ്ചാവ് അടിക്കുന്നു. ആ കഞ്ചാവ് അടിച്ചിട്ട് ആ ഒരു ലഹരിയിൽ, ആ പരിഭ്രാന്ത അവസ്ഥയിൽ എന്തൊക്കെ കാണിച്ചു കൂട്ടും നമ്മൾ പലപ്പോഴും പത്രത്തിലൊക്കെ വായിക്കുന്നതാണ് അല്ലേ. അപ്പം നമ്മളിതൊക്കെ കേട്ട് ഭയങ്കരമായിട്ട് പരിഭ്രാന്തരായി ഭീതിപ്പെടുത്തുന്ന വാർത്തകളാണല്ലോ നമ്മൾ ഈ കേൾക്കുന്നത്. നമുക്ക് ആ കൂടെ ഒരു ആ വിഷമവും, എൻ്റെ കുഞ്ഞിന് ഇങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ ഇനി ഒന്നും ജീവിതമേ നശിച്ചു, ഇനി ഒന്നും ചെയ്യാനില്ല എന്ന് ഒരിക്കലും ചിന്തിക്കരുത്. കാരണം ഈ അഡിക്റ്റഡ് ആയാലും നമുക്ക് ട്രീറ്റ് ചെയ്ത് അവനെ അല്ലെ അവളെയോ തിരിച്ച് പഴയ രൂപത്തിലോട്ട് ആക്കാൻ പറ്റുന്നതാണ്. കാരണം നമ്മൾ ഈ പഠനങ്ങളൊക്കെ നടത്തിയതിലൂടെ കണ്ടെത്തിയിരിക്കുന്നത് ബ്രെയിൻ പഴയ പോലെ ആക്കാൻ പറ്റും. പക്ഷെ തീരെ അങ്ങ് സിവിയർ ആകുമ്പോൾ അല്ലെ വളരെ തീവ്രമായ അസുഖമായി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ചെയ്യാൻ നോക്കുന്നതിനേക്കാളും നമ്മൾ എത്രയും പെട്ടെന്ന് ഏറ്റവും ആദ്യം തന്നെ ചികിത്സ തേടുവാണെങ്കിൽ അതിന് അത്രയും ഇഫക്റ്റീവ് ആകാൻ സാധ്യതയുണ്ട്. അപ്പം നമ്മൾ ചികിത്സ വൈകും തോറും എപ്പോഴും രോഗം മൂർച്ഛിക്കുന്നത് പോലെ അതിൻ്റെ ഇഫക്റ്റ് ചിലപ്പം എപ്പോൾ ബാക്കി കാണാനും സാധ്യതയുണ്ട്. അപ്പം അത് മാത്രം ഓർക്കുക. ചികിത്സ ഇല്ല എന്ന് പറഞ്ഞ വിഷമിക്കല്ല, ചികിത്സയുണ്ട്, എല്ലാത്തിനും ചികിത്സയുണ്ട്. നമ്മുടെ മെഡിക്കൽ സയൻസ് അത്രയും വികസിച്ച് വന്നിരിക്കുന്ന കാലമാണ് അല്ലേ. അപ്പം എല്ലാത്തിനും നമുക്ക് ചികിത്സയുണ്ട്, അതിനൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. കറക്റ്റ് സമയത്ത് നിങ്ങൾ പോകണം. അപ്പോൾ ചികിത്സ കൊണ്ട് മാത്രം കാര്യമില്ല, കുടുംബത്തിൻ്റെ പിന്തുണ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പം എൻ്റെ മകനോ അല്ലെങ്കിൽ മകൾക്കോ ഇങ്ങനെ എന്തെങ്കിലും അറിഞ്ഞു, അയ്യോ നാണക്കേടായി, ഇനിയും 4 ആൾ അറിഞ്ഞാൽ ഇവൾക്ക് ഇനിയും കല്യാണം നടക്കത്തില്ല, അങ്ങനെ ഒരു എല്ലാം മൂടി വെക്കൽ, ഇവനറിഞ്ഞാൽ പിന്നെ 4 ആളിന് നമ്മുടെ കുടുംബത്തിൻ്റെ മുഴുവൻ നാറ്റക്കേസായി, ഇവരുടെ പേര് പോയി, അങ്ങനെയൊക്കെ ആലോചിച്ച് എല്ലാം മൂടി വെച്ച് കുട്ടിയെ വീട്ടിനകത്ത് അടച്ചുകൂട്ടി ട്രീറ്റ്മെൻ്റ് ഒന്നും കൊടുക്കാൻ നടത്താൽ അത് വളരെ അപകടകരമായ കാര്യമാണ്. അപ്പോൾ നാണക്കേടോർത്തും അല്ലെങ്കിൽ ഭാവിയെ ഓർത്തും എല്ലാം മൂടി വയ്ക്കാമെന്ന് കരുതരുത്. എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ ചികിത്സ തേടേണ്ട ആവശ്യമുണ്ട്. അത് താമസിപ്പിക്കാൻ പാടില്ല. എന്തെങ്കിലും ഇങ്ങനെ ഒരു പ്രാവശ്യം. പിന്നെ ഈ അഡിക്ഷൻ അത്ര പെട്ടെന്ന് മാറ്റാൻ പറ്റുമെന്നും വിചാരിക്കരുത്. ചികിത്സയുണ്ട്, ശരിയാണ്. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ എല്ലാം ഈ വല്ലാത്ത വിഡ്രോവൽ സിംറ്റംസും, അപ്പം പെട്ടെന്ന് ചിലപ്പോൾ ഒരു പ്രാവശ്യം നമ്മൾ പെട്ടെന്ന് അതൊന്നും മാറി കിട്ടിയെന്ന് വെച്ചോളൂ. പക്ഷെ പിന്നെ അടുത്ത പ്രാവശ്യം അത് കാണുമ്പോൾ ചിലപ്പോൾ പിന്നെ ഉപയോഗിക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാകാം. അപ്പോൾ പിന്നെ റിലാപ്സ് പറയും, പിന്നെയും തിരിച്ച് ആ വഴിയിലോട്ട് തന്നെയും പോകാൻ സാധ്യതയുണ്ട്. കൊച്ചുമക്കളാണ്, അവർക്ക് അത്രയും ഒരു കെൽപ്പോ ഒരു മനസാന്നിധ്യമോ ചിലപ്പോൾ കണ്ടെന്ന് വരില്ല. അപ്പം അതിനാണ് നമ്മളൊരു കണ്ടിന്യൂസ് ആയിട്ട്, അതിപ്പം ട്രീറ്റ്മെൻറ്റ്, ഇപ്പം ന്യൂമോണിയ ട്രീറ്റ്മെൻറ്റ് നമ്മൾ 10 ദിവസം ആൻറ്റിബയോട്ടിക് കൊടുത്താൽ മാറും എന്ന് പറയുന്ന പോലെ അല്ല. ഇത് ചിലപ്പോൾ കുറച്ച് നാളത്തേക്ക് വേണ്ടി വരും, കുറച്ച് മാസങ്ങൾ വേണ്ടി വരും, വർഷങ്ങളാകാം. അപ്പം ആ ഒരു കാര്യം മനസ്സിൽ വെക്കണം. എല്ലാത്തിനും ചികിത്സയുണ്ട്. നമ്മൾ ആ തക്ക സമയത്ത് ചേരേണ്ടടുത്ത് പോയി ചേരണം, കറക്റ്റ് ഡോക്ടറെ കാണണം, കറക്റ്റായിട്ട് ചികിത്സ നേടണം. താങ്ക് യു. ഞാൻ കുറച്ച് വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞു. പക്ഷെ ചിലപ്പോൾ മാതാപിതാക്കൾക്ക് ഒന്നും മനസ്സിലാവില്ല. അവർ പറയും, അയ്യോ ഒരു മണമോ ഒരു സിഗരറ്റിൻ്റെ പുകയുടെ മണമോ ഒരു മരുന്നുകളോ ഒന്നും അവരുടെ കയ്യിലോ കൈവശമോ ഒരിക്കലും കണ്ടിട്ടില്ല എന്ന്. അതുപോലെയും അത്രയും സൂക്ഷിച്ചും വേണേൽ അവർ ഉപയോഗിച്ചെന്നിരിക്കും. പക്ഷെ നമ്മളെപ്പോഴും വിജിലൻ്റ് ആയിരിക്കണം എന്നുള്ള കാര്യം മറക്കരുത്. അപ്പോൾ ഈ കുറേ കാര്യങ്ങൾ, അതായത് പിന്നെ കുട്ടികൾക്ക് ഉഷാറില്ല, കൂടെ ഉഷാറില്ല, ഒരു ഊർജ്ജസ്വലതയില്ല, കുളിയും കാര്യവും അങ്ങനത്തെ വ്യക്തിശുചിത്വത്തിൻ്റെ കാര്യങ്ങളൊക്കെ മോശമാകുന്നു, ഒരു കൃത്യനിഷ്ഠയില്ല, സ്കൂളിൽ പോകാതാകുക, പല ദിവസം വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു പക്ഷെ സ്കൂളിലെത്തുന്നില്ല. അപ്പം ഞാൻ ആദ്യം പറഞ്ഞ കഥയിലെ പോലെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് അന്വേഷിക്കുക. അപ്പോൾ ഇതൊക്കെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്.
ഇനിയും ഈ ദിവസത്തിൽ എൻ്റെ കുഞ്ഞു മക്കളോട് പറയാനുള്ള ഒരു മെസ്സേജാണ്. ആദ്യം ഞാൻ നമ്മുടെ കുറച്ച് കാര്യങ്ങൾ പറയട്ടെ, ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങൾ പറയാം. അപ്പം കുട്ടികളെ, നിങ്ങൾ ഓർത്തിരിക്കുക, നമ്മൾ നിങ്ങളുടെ അച്ഛനമ്മമാരോ ബന്ധുമിത്രാദികളോ അറിയുന്ന, നല്ല ക്ലോസ് ആയിട്ടുള്ളവർ അറിയുന്ന, അവർ തന്നാലുള്ള സാധനങ്ങൾ മാത്രം വാങ്ങിച്ച് കഴിക്കുക. വഴിയിലൊരു ചേട്ടൻ തന്നതോ, അപ്പുറത്തെ മുറുക്കാങ്കടയിലെ ചേട്ടൻ തരുന്നതോ, ഒരു ആൻറ്റി മോനെ ഈ മുട്ടായി നീ തിന്നോ എന്ന് പറഞ്ഞ് തരുന്നതോ ഒന്നും വാങ്ങിച്ച് കഴിക്കരുത്. സ്കൂളില് ബർത്ത്ഡേക്ക് ബാക്കി സുഹൃത്തുക്കൾ വേണേ കൊണ്ടുതരുന്ന എല്ലാവർക്കുമായിട്ട് കൊടുക്കുന്നത് വേണേ കഴിക്കാം. പക്ഷെ അവളായിട്ടൊരു നിനക്ക് മാത്രമായിട്ട് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് കൊണ്ടുവരിക, അങ്ങനെയാ ഇങ്ങനെയാന്ന് പറഞ്ഞ് തരുന്ന സാധനങ്ങൾ അതിന്റെ കമ്പനിയുടെ പേരും ഒന്നും കണ്ടിട്ട് നിനക്ക് മനസ്സിലാകുന്നില്ല. ഇപ്പൊ പല മുട്ടായി ഉണ്ട്, നമുക്ക് ഫോറിൻ മുട്ടായി പോലെ തോന്നും, പക്ഷെ അത് ടർക്കിഷ് എന്തോ മലേഷ്യ എന്നൊക്കെ കൊണ്ടുവരുന്ന ഓരോ മുട്ടായി എന്നൊക്കെ പറയും. പക്ഷെ അങ്ങനത്തെ കമ്പനി അറിയാത്ത മുട്ടായികളൊന്നും കഴിക്കണ്ട. നമുക്ക് പേരറിയാവുന്ന മുട്ടായികളുടെ മാത്രം കഴിക്കുക. പക്ഷെ എന്നാൽ ഈ പേരറിയുന്ന മുട്ടായി അതിനകത്ത് വല്ലതും ഉണ്ടോ, വല്ല ചേർത്തിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് അറിയുന്നില്ല. അതുകൊണ്ട് കുട്ടികൾ എപ്പോഴും സൂക്ഷിച്ചിരിക്കുക. ഒന്നും ജീവിതത്തിൽ ഫ്രീ ആയിട്ട് കിട്ടില്ല. ആരെങ്കിലും ചുമ്മാ അതാ കഴിച്ചോടാ മോനെ, എന്താ ഇങ്ങോട്ടൊന്ന് ഞാൻ ഐസ്ക്രീം തരാം എന്നൊന്നും പറഞ്ഞ് ഓരോ പറച്ചിൽ കേൾക്കുമ്പോൾ പുറകെ പോകരുത്. നിങ്ങൾ സൂക്ഷിക്കുക. കൂട്ടത്തിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനെയും സൂക്ഷിക്കുക. നിങ്ങളുടെ കൂട്ടത്തിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനെയോ കൂട്ടുകാർക്കോ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് ഇതുപോലെ നിങ്ങൾക്ക് തോന്നുകയാണ്, എന്തോ പ്രശ്നമൊന്നും തോന്നുകയാണെന്ന് ഉടനെ വന്ന് അച്ഛനമ്മമാർക്ക് പറയുക. നമ്മൾക്ക് എത്ര കുട്ടിയായാലും എത്ര കുഞ്ഞായാലും നമുക്കറിയാം നന്മ ഏത് തിന്മയെന്ന്. നമ്മുടെ ഉള്ളിൽ ഒരു ഫീലിംഗ് ഉണ്ട്, നമ്മുടെ ഉള്ളിൽ തന്നെ നന്മയുണ്ട്, നമ്മുടെ ദൈവം നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട്, അല്ലേ? അപ്പൊ നമുക്ക് ശരിയോ തെറ്റോ നമുക്ക് എന്തോ പന്തിയല്ല എന്നുള്ളൊരു ഫീലിംഗ് നമുക്ക് അപ്പൊ വരും, ഏത് സിറ്റുവേഷൻ ആണെങ്കിലും. ഞാനിപ്പം ഡ്രഗ്സിന്റെ മാത്രമല്ല പറയുന്നത്, എല്ലാം കൂടെ ഞാൻ പറയുക. എപ്പോഴെങ്കിലും നമുക്ക് എന്തൊരു അപകടം വരാൻ പോകുന്നു നമുക്കൊരു ഫീലിംഗ് വരും, എന്തോ ഒരു ശരിയല്ല, പന്തിയല്ല, ഇവിടെ നിന്ന് ഞാൻ എപ്പം സ്ഥലം വിട്ടോണം. അങ്ങനെ ഒരു ചിന്ത നിങ്ങളുടെ ഫീലിംഗ് നിങ്ങളുടെ മനസ്സിൽ വരുമ്പോൾ അപ്പം തന്നെ സ്ഥലം വിട്ടോളൂ. ആ കാര്യങ്ങൾ ഉടനെ തന്നെ നിങ്ങളുടെ ഏറ്റവും വിശ്വസ്തരായ നിങ്ങളുടെ അച്ഛൻ്റെയോ അമ്മയടുത്തോ ഉടനെ വന്ന് പറയുക. ഒന്നും പറയാതിരിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങൾക്ക് വേണ്ടി മാത്രമുണ്ട്. നിങ്ങളെ കേൾക്കാനും ശ്രവിക്കാനും നിങ്ങളുടെ എന്ത് വിഷമവും അറിയാൻ നിങ്ങളുടെ പേരൻസ് നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ ടീച്ചേഴ്സ്. കാരണം ടീച്ചേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതുപോലെ എന്തെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞ കുറേ ലക്ഷണങ്ങളുണ്ട് കുട്ടികളിലുള്ള ഭാവവ്യത്യാസങ്ങൾ അറിയാൻ. അപ്പോൾ വീട്ടിൽ അച്ഛനും അമ്മയും അറിയുന്ന പോലെ തന്നെ ടീച്ചർമാർക്ക് കുട്ടികളെ കണ്ടാൽ മനസ്സിലാകും, ആ വ്യത്യാസങ്ങൾ കണ്ടാൽ മനസ്സിലാകും. അപ്പോൾ അതെപ്പോഴും ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് വിശ്വാസമുള്ള ഒരാളെ എന്ത് ബുദ്ധിമുട്ടായാലും നിങ്ങൾ അറിയിക്കുക, എന്ത് ബുദ്ധിമുട്ടാണെങ്കിലും. ഇതുപോലെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഏതെങ്കിലും ഒരാൾ എന്തെങ്കിലും തരുന്നുണ്ടോ, അങ്ങനെ ഒരു സ്കൂളിൻ്റെ പുറത്ത് എന്തെങ്കിലും ഇങ്ങനത്തെ നടക്കാൻ പാടില്ലാത്ത എന്തെങ്കിലും നടക്കുന്നുണ്ടോ, അതൊക്കെ നിങ്ങൾ എപ്പോഴും അറിയാനും എപ്പോഴും പറയുക. പിന്നെ ഞാനിപ്പോൾ ഫെലോഷിപ്പ് ചെയ്യുന്ന ഡോക്ടർ MK നായർ സാറിൻ്റെ കീഴിലാണ്. സാറിനെ കുറച്ച് പേരെങ്കിലും കേട്ടിട്ടുള്ള വളരെ പ്രസിദ്ധമായ ആളാണ്. സാറ് കുഹാസിൻ്റെ വൈസ് ചാൻസലറൊക്കെ ആയിരുന്നു. അപ്പോൾ സാർ എപ്പോഴും കുട്ടികൾക്കായിട്ട് പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമുണ്ട്. അത് സാർ മലയാളത്തിലും അത് ഇംഗ്ലീഷിലും പറയും. ആ ഒരു കാര്യമാണ് ഇന്ന് എൻ്റെ കുഞ്ഞുമക്കൾ പഠിച്ചിരിക്കേണ്ടത്. അത് ഞാനിപ്പോൾ പറഞ്ഞു തരാം. ഇതൊരു പ്രതിജ്ഞയാണ്. നിങ്ങളിത് ഒരു പ്രതിജ്ഞ എടുക്കണമെന്ന്. എന്താണ്? എൻ്റെ മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും ആത്മാവിൻ്റെയും അധികാരി ഞാൻ തന്നെയാണ്. അത് ഞാൻ സൂക്ഷിക്കും, സംരക്ഷിക്കും, പരിപോഷിപ്പിക്കും. I am the custodian of my mind, soul and spirit, body and spirit. I will preserve it, enhance it and protect it. അപ്പോൾ ഇത് നിങ്ങൾ ഓർത്തിരിക്കുക. ഒന്നും കൂടെ ഞാൻ മലയാളത്തിൽ പറയാം. എൻ്റെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ആത്മാവിൻ്റെയും അധികാരി ഞാൻ മാത്രമാണ്. അത് ഞാൻ സൂക്ഷിക്കും, സംരക്ഷിക്കും, പരിപാലിക്കും. ഇനിയും അച്ഛനമ്മമാർക്കുള്ള ഒരു മെസ്സേജാണ്. എപ്പോഴും നിങ്ങളുടെ കുട്ടിക്ക് ഒരു കൂട്ടുകാരനോ ഒരു സുഹൃത്ത് നിങ്ങൾ തന്നെ ആകണം. അവരെ എപ്പോഴും മാറ്റി നിർത്തരുതേ. നമ്മൾ സ്ട്രിക്റ്റ് ആകാം, വഴക്ക് പറയാം, അതൊക്കെ ആകാം. പക്ഷെ എന്നിരുന്നാലും അവർക്ക് എന്ത് വിഷമം ഉണ്ടെങ്കിലും നിങ്ങളടുത്ത് വന്ന് പറയാൻ തക്ക ഒരു മനസ്സുണ്ടാകണം. നിങ്ങളടുത്ത് എപ്പോഴും എന്തും പറയാൻ പറ്റും. എൻ്റെ അച്ഛനും അമ്മയും എപ്പോഴും എനിക്ക് വേണ്ടി ഉണ്ടാകും എന്നുള്ള ഒരു വിശ്വാസം ആ കുട്ടിക്കുണ്ടാകണം. അത് നമ്മൾ ഓരോ മാതാപിതാക്കളും ചിന്തിക്കേണ്ടതാണ്. ആ ഒരു ബന്ധം ഉണ്ടാക്കേണ്ടതാണ്.
നമ്മുടെ പല കുടുംബത്തിലും ചിലപ്പോൾ എന്തെങ്കിലും വഴക്ക് പ്രശ്നങ്ങളൊക്കെ ഇല്ലാത്ത ഒരു കുടുംബം ഉണ്ടാവില്ല, എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും അല്ലേ. പക്ഷേ എന്നിരുന്നാലും അച്ഛനമ്മമാർ തമ്മിൽ സ്നേഹമായിട്ടൊരു ബന്ധമുണ്ടെങ്കിൽ അത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമുക്ക് അത് തന്നെയാണ് നമുക്ക് ഏറ്റവും നൽകാൻ പറ്റിയ സമ്മാനം. അച്ഛനും അമ്മയും സ്നേഹത്തോടെ ഇരിക്കുന്ന ഒരു കുടുംബമാണ് ഒരു കുട്ടിക്ക് ഏറ്റവും പ്രധാനം. ആ സെക്യൂരിറ്റി, ആ സെൻസ്, ഒരു സെൻസ് ഓഫ് സെക്യൂരിറ്റി ആണ് ഒരു കുട്ടിക്ക് ഏറ്റവും ധൈര്യം കൊടുക്കുന്നത്. നിങ്ങൾ എപ്പോഴും എന്തിനും നിങ്ങളുടെ കുട്ടിക്ക് ഉണ്ടാകും. അത് പണം കൊടുത്തിട്ടോ നമ്മൾ എല്ലാ സമ്മാനവും വാങ്ങിച്ചു കൊടുത്തതല്ല ചെയ്യുന്നത്. അങ്ങനെയല്ല നമ്മൾ കുട്ടികളുടെ സ്നേഹം പിടിച്ചു വാങ്ങേണ്ടത്. എന്ത് ഉണ്ടായാലും എനിക്ക് എൻ്റെ അച്ഛനോ എൻ്റെ അമ്മയോടോ പറയാം എന്നുള്ള ധൈര്യം നിങ്ങളുടെ കുട്ടികൾക്ക് നൽകുക. അങ്ങനെ ഉണ്ടെങ്കിൽ ഒരിക്കലും നമ്മുടെ കുട്ടികൾ വഴിതെറ്റി പോകാൻ ഇടവരുത്തില്ല. അപ്പം ഇതോടെ ഞാൻ എൻ്റെ നിർത്തുകയാണ്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കാം. ഇനിയും കോവിഡൊക്കെ കഴിയുന്നൊരു കാലത്ത് നേരിട്ട് വേണമെങ്കിൽ ഒരു ക്ലാസ്സൊക്കെ ആകാം. നന്ദി, നമസ്കാരം, താങ്ക് യു.